പൈലറ്റ്സിനായിട്ട് പ്രധാനമായും 2 ലൈസൻസ് ആണ് വരുന്നത്. പൈലറ്റ് ആവാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. കന്നഡ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൈലറ്റ് ആവാൻ സാധിക്കുമോ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. ഇനി ഒരുപാട് പേരുടെ സംശയമാണ് പൈലറ്റ് ട്രെയിനിങ്ങിനായിട്ട് ബാങ്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളത്. She always knew the sky was calling her. From the warmth of golden shores to the cockpit above the clouds, every dream she carried became a wing she flew with. At Kerala Flight Academy, India's first hybrid hangar campus, her journey begins. Your sky, your story. വിമാനം പറത്തുക എന്നത് നമ്മളിൽ പലരുടെയും കുട്ടിക്കാലം മുതലുള്ള സ്വപ്നമായിരിക്കും. പക്ഷേ ഒരു പൈലറ്റ് ആവുക എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് നമ്മുടെ ഉള്ളിൽ വരുന്നത്. അതിൻ്റെ ഹ്യൂജ് എക്സ്പെൻസസ്, ഒരു ബെസ്റ്റ് ഫ്ലൈറ്റ് അക്കാഡമി ഏതാണ്, അങ്ങനെ തുടങ്ങി ഒരുപാട്. എന്നാൽ ഈ കൺഫ്യൂഷൻസ് എല്ലാം കാരണം സംഭവിക്കുന്നത് എന്താണ്? പലപ്പോഴും നമ്മൾ ഈ സ്വപ്നം പാതി വഴിയിൽ ഉപേക്ഷിക്കാറാണ്. എന്നാൽ കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ ആർക്കും ഒരു പൈലറ്റ് ആവാൻ സാധിക്കും. അതിനായുള്ള എലിജിബിലിറ്റി, മെഡിക്കൽ ടെസ്റ്റ്, എക്സ്പെൻസസ് തുടങ്ങി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വി ഗോണ ഡിസ്കസ് നൗ. വെൽക്കം ടു കേരള ഫ്ലൈറ്റ് അക്കാഡമി. നമുക്ക് ആദ്യം ലൈസൻസിനെ കുറിച്ച് പറയാം. നമ്മൾ സാധാരണ വാഹനം ഓടിക്കാൻ 2 വീലർ ലൈസൻസും 4 വീലർ ലൈസൻസും എടുക്കുന്നത് പോലെ പൈലറ്റ്സിനായിട്ട് പ്രധാനമായും 2 ലൈസൻസ് ആണ് വരുന്നത്. PPL ലൈസൻസും CPL-ഉം. PPL എന്ന് പറയുന്നത് പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ആണ്. ഇത് സ്വന്തം ആവശ്യത്തിനായിട്ട് വിമാനം പറത്താൻ ഉപയോഗിക്കുന്ന ലൈസൻസ് ആണ്. പലപ്പോഴും നമ്മുടെ പ്രൈവറ്റ് ജെറ്റ്സ് ഉള്ള സെലിബ്രിറ്റീസൊക്കെ PPL ലൈസൻസ് ഹോൾഡേഴ്സ് ആയിരിക്കും. ഇനി CPL കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ആണ്. ഇത് നമുക്ക് എയർലൈൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഫ്ലൈ ചെയ്യിക്കാൻ ആവശ്യമായിട്ട് വരുന്ന ലൈസൻസ് ആണ്. ഇനി നമുക്ക് പൈലറ്റ് ആവാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്ന് നോക്കാം. PPL ലഭിക്കാൻ 10ാം ക്ലാസ് പാസ്സായാൽ മതി. എന്നാൽ CPL എടുക്കാൻ നിങ്ങൾ +2 സയൻസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ മാത്സും ഫിസിക്സും നിർബന്ധമാണ്. ഇൻ കേസ് നിങ്ങൾ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ എടുത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് NIOS വഴി ഈക്വലൻസി എക്സാം എഴുതി പൈലറ്റ് ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യാം. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് പൈലറ്റ് ട്രെയിനിങ് തുടങ്ങാൻ നിങ്ങൾ +2 കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം 10ാം ക്ലാസ് കഴിഞ്ഞ് +2 തുടങ്ങുന്നതിനോടൊപ്പം ഏതെങ്കിലും ഫ്ലൈയിങ് സ്കൂളിൽ ജോയിൻ ചെയ്ത് +2വും അതിനോടൊപ്പം തന്നെ പൈലറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. എങ്ങനെ ലൈസൻസിന് അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് മെഡിക്കൽ എലിജിബിലിറ്റി എന്ന് നോക്കാം. ഇന്ത്യയിൽ പൈലറ്റ് ട്രെയിനിങ് കൺട്രോൾ ചെയ്യുന്നത് DGCA ആണ്, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. ഇവരാണ് പൈലറ്റ് ലൈസൻസ് നൽകുന്നതും പരീക്ഷകൾ നടത്തുന്നതും. ഒരു പൈലറ്റ് ആവാൻ നിങ്ങൾ മാനസികമായും ശാരീരികമായും ഫിറ്റ് ആയിരിക്കണം. അതിനായി ക്ലാസ് 1, ക്ലാസ് 2 മെഡിക്കൽ ടെസ്റ്റുകൾ നിർബന്ധമായിട്ടും പാസ്സായിരിക്കണം. ആദ്യം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ EGCA പോർട്ടലിൽ ഒരു അക്കൗണ്ട് എടുക്കുക. ആൻഡ് ദെൻ DGCA അപ്രൂവഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. തേർഡായിട്ട് നമ്മൾ ECG, ബ്ലഡ് ടെസ്റ്റ് തുടങ്ങിയ ഇവർ നിർദ്ദേശിക്കുന്ന ടെസ്റ്റുകൾ NABL അപ്രൂവഡ് ആയിട്ടുള്ള ലാബുകളിൽ ചെയ്ത് ആ ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഈ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. കന്നഡ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പൈലറ്റ് ആവാൻ സാധിക്കുമോ എന്നുള്ളത് എല്ലാവരുടെയും സംശയമാണ്. സാധിക്കും. 6x6 വിഷൻ വേണം എന്നുള്ളത് മാത്രമാണ് നിർബന്ധം. എന്നാൽ നിങ്ങൾക്ക് ലെൻസ് ഉപയോഗിച്ച് കാഴ്ചകൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക് പൈലറ്റ് ആവാൻ സാധിക്കില്ല. എന്ന് വെച്ചാൽ റെഡ്, ബ്ലൂ, ഗ്രീൻ എന്നീ നിറങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ സാധിക്കില്ല. ഇനിയുള്ളത് പൈലറ്റ് ആവാൻ ഹൈറ്റും വെയിറ്റും ഒരു പ്രശ്നമേ അല്ല. കോക്പിറ്റിലെ സ്വിച്ചുകളും കൺട്രോളുകളും നിങ്ങൾക്ക് കൃത്യമായി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു പൈലറ്റ് ആവാം. ഇനി എല്ലാവരും പേടിക്കുന്ന ആ ചെലവിനെ കുറിച്ച് സംസാരിക്കാം. പൈലറ്റ് ട്രെയിനിങ് പ്രധാനമായും 2 ആയിട്ടാണ് തിരിക്കുന്നത്: ഗ്രൗണ്ട് ട്രെയിനിങ്, ഫ്ലൈയിങ് ട്രെയിനിങ്. ഗ്രൗണ്ട് ട്രെയിനിങ് എന്ന് പറയുന്നത് തിയറി പഠനമാണ്. ഇതിന് ഏകദേശം 50,000 രൂപ മുതൽ 4 ലക്ഷം രൂപ വരെ ചിലവ് വരുന്നുണ്ട്. ഇതിനായിട്ട് നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളും ലഭ്യമാണ്. ഇനി ഫ്ലൈയിങ് ട്രെയിനിങ്, ഇവിടെയാണ് പ്രധാന ചിലവ് വരുന്നത്. 1 മണിക്കൂർ ഫ്ലൈ ചെയ്യാൻ ഏകദേശം 15,000 രൂപയാണ് ചിലവ് വരുന്നത്. 200 മണിക്കൂർ ഫ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് CPL ഹോൾഡറായിട്ട് മാറാൻ സാധിക്കുന്നത്. അപ്പോൾ ഏകദേശം 30 ലക്ഷം രൂപയോളം ചിലവ് വരും. മൊത്തത്തിൽ നോക്കിയാൽ മെഡിക്കൽ, എക്സാം ഫീസ്, താമസം എല്ലാം കൂടെ ഏകദേശം
35 ലക്ഷം രൂപയോളം ചിലവ് വരും CPL ഹോൾഡറായിട്ട് മാറാൻ. എന്നാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫ്ലൈയിങ് അക്കാഡമി അപ്പോഴുള്ള ഫ്യൂവൽ ചാർജ് അനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാനും ചാൻസ് ഉണ്ട്. അതോടൊപ്പം തന്നെ SC/ST വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോട് കൂടി ഗവൺമെൻറ്റിൽ നിന്നും സൗജന്യമായിട്ട് പഠിക്കാനും സാധിക്കും. ഇനി ഒരുപാട് പേരുടെ സംശയമാണ് പൈലറ്റ് ട്രെയിനിങ്ങിനായിട്ട് ബാങ്ക് ലോൺ സൗകര്യങ്ങൾ ലഭിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ലഭിക്കും. നമുക്കായിട്ട് ഫെഡറൽ ബാങ്ക്, അതോടൊപ്പം കനറ ബാങ്ക് പോലെയുള്ള ബാങ്കുകൾ പൈലറ്റ് ട്രെയിനിങ്ങിനായിട്ട് ലോണുകൾ നൽകുന്നുണ്ട്. ഇത് പ്രധാനമായും 2 തരത്തിലാണ്: വിത്ത് കൊളാട്രൽ ആൻഡ് നോൺ കൊളാട്രൽ. വിത്ത് കൊളാട്രൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഥലമോ വീടോ സ്വർണമോ ഈട് നൽകിക്കൊണ്ട് നൽകുന്ന പണമാണ്. ഇനി നോൺ കൊളാട്രൽ ലോൺ. ഈ നോൺ കൊളാട്രൽ എന്ന് പറയുന്നത് വിത്തൗട്ട് പ്രോപ്പർട്ടി നിങ്ങളുടെ ITR ഫയൽ ചെയ്ത ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റോ വെച്ച് നൽകുന്ന ലോണാണ്. ആൻഡ് ഇത് നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ 8 ലക്ഷം രൂപ ITR ഫയൽ ചെയ്യുന്നതിൻ്റെ ഡോക്യുമെൻറ്റോ, നിങ്ങൾ NRI ആണെങ്കിൽ 1.5 ലക്ഷം രൂപ വിത്തൗട്ട് EMIയും, നിങ്ങൾ ഗവൺമെൻറ് സെർവൻ്റ് ആണെങ്കിൽ 30,000 രൂപ വിത്തൗട്ട് EMIയും വരുമാനമുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ട് ലോണിന് അപ്ലൈ ചെയ്യാം. സോ ഓൾ ടുഗദർ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് ഒരു പൈലറ്റ് ആവാൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളിലൂടെ ഗോ ത്രൂ ചെയ്യണം എന്നൊക്കെ മനസ്സിലായല്ലേ. അപ്പോൾ ഇന്നത്തെ ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും കൂടുതൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് ഞാൻ വരും. അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്.